അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു. മധ്യസ്ഥ ചർച്ചയ്ക്കായി പാകിസ്ഥാൻ സൈനിക മേധാവിയും ഖത്തറിലെ ഉന്നതതല സംഘവും ഇറാനിലുണ്ട്. ധാരണയായില്ലെങ്കിൽ വെടിനിർത്തൽ 60 ദിവസത്തെ കൂടി നീട്ടാനും നിർദ്ദേശമുണ്ട്. പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ഇതാ വരുന്നു ഉടമ്പടി. ഇറാൻ പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല. എസ്കേൻ, ഇങ്ങനെ ട്രംപ് പറഞ്ഞു തുടങ്ങിയിട്ട് നാളെ അറിയായി. ഇപ്പൊ ഇന്നസെന്റ് പറയുന്ന പോലെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ, അമേരിക്കയ്ക്കും ഇറാനും യുദ്ധം നിർത്തണമെന്ന ആഗ്രഹമുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, ഖത്തർ കൂടി മധ്യസ്ഥ ശ്രമത്തിനെത്തിയിരിക്കുന്നു. ഇറാനിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറും അതുപോലെ തന്നെ ഖത്തറിന്റെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരൊക്കെ അവിടെ ചർച്ചയിലുണ്ട്. അപ്പോൾ ഇറാൻ ഒരു തരത്തിൽ വഴങ്ങുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമ്പുഷ്ട യുറേനിയത്തിന്റെ കാര്യത്തിലും അണവായുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസിന് തയ്യാറാണെന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം അവിടെ കോൺഗ്രസ്സിൽ ട്രംപിനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ട്രംപിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് US കോൺഗ്രസ് 47-നെതിരെ 50 വോട്ടുകൾക്ക് US സെനറ്റ് അനുമതി നൽകിയെന്ന വാർത്ത കൂടി വരുമ്പോൾ ട്രംപ് ആഭ്യന്തരമായിട്ട് കൂടി ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. എന്തായാലും ഒരു തരത്തിലും ഈ 48 മണിക്കൂറിനുള്ളിൽ സമാധാന ചർച്ചകൾ വിജയിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ 60 ദിവസത്തേക്ക് ഇത് നീട്ടാനായിട്ട്, ഈ വെടിനിർത്തൽ നീട്ടാനായിട്ടുള്ള തീരുമാനമുണ്ടാവുമെന്നുള്ള സജഷൻസും വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഈ കാര്യത്തിൽ കാര്യമായ ശ്രമത്തിലാണ്. പാകിസ്ഥാന് അമേരിക്കയുടെയും ഇറാന്റെയും പിന്തുണ കിട്ടാൻ ലഭിക്കുന്ന ഒരു അവസരം. പാകിസ്ഥാൻ സാമ്പത്തികമായി തകർച്ചയിലാണ്. സൗദിയായിട്ട് ബന്ധം സ്ഥാപിച്ച് നിവർന്നു നിൽക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നേടാനുള്ള ശ്രമവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.